പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, സമയക്കുറവുകൾ ഒക്കെ ഉണ്ട്. ഒരുപാട് ചില ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് സമയക്കുറവുകൾ ധാരാളമായിട്ടുണ്ട്. സമയങ്ങളില്ല. എന്നാലും എനിക്ക് ബൈബിൾ പഠന ക്ലാസ്സല്ല, ബൈബിൾ സംബന്ധമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇത്. ഇപ്പോൾ ഞാൻ കാര്യങ്ങൾ പറയുകയാണ്, ക്ലാസ് എന്നല്ല. കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇത് വിചാരിക്കുന്നു. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. സഭയെ ബാധിക്കുന്നതൊന്നുമല്ല. സഭയെ പറ്റി, സഭയിലെ ശ്രേഷ്ഠരായ മെത്രാന്മാരെയും വൈദികരെയും പറ്റി, അതുപോലെ തന്നെ സഭയിലെ സമർപ്പിതരെന്ന് പറഞ്ഞാൽ ദൈവവേലയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന സുവിശേഷകർ, ധ്യാന ഗുരുക്കൾ, അവരെയൊക്കെയാണ് അൽമായരായിട്ടുള്ളവർ. അവരൊക്കെയാണ് സമർപ്പിതരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. സന്യസ്തരെന്ന് പറയുമ്പോൾ സന്യാസിനികൾ രണ്ടുപേരും ആ കൂട്ടത്തിൽ വരും. അവരിൽ സമർപ്പിതരെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് സന്യാസിനികളെ മാറ്റേണ്ടുന്ന കാര്യമില്ല. അവർ രണ്ടുപേരും തുല്യ പോലാണ്. വൈദിക സന്യസ്തരും സന്യസ്തരെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ സമർപ്പിതരെന്ന് പറയേണ്ടുന്നത് യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് ദൈവവേലയ്ക്ക് വേണ്ടി മുഴുവൻ സമയവും സമർപ്പിച്ചിട്ടുള്ള സമർപ്പിതരെ, ആത്മായ പ്രേക്ഷിതരെ പറ്റിയാണ് പറയേണ്ടുന്നത്. അവരെയാണ് അങ്ങനെ സംബോധന ചെയ്യേണ്ടുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരെ പറ്റിയൊക്കെ ധാരാളമായിട്ട് നിന്ദവചനങ്ങൾ, ഭർസനങ്ങൾ, അവഹേളനങ്ങൾ, ഇതെല്ലാം ഇവിടെ ധാരാളമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ സഭയിൽ. അതിന് പലരുടെയും പിന്തുണയുണ്ട്. അപ്പോൾ അധികാരസ്ഥാനങ്ങളിൽ ചിലരെ കാണും. അപ്പോൾ ചില സംഘടനകളുടെ പിന്തുണയുണ്ട്. കത്തോലിക്ക സഭയ്ക്കെതിരായിട്ട് മിണ്ടിയാൽ, സഭ പ്രവർത്തകർക്കെതിരായിട്ട് മിണ്ടിയാൽ, ഇവർക്കൊക്കെ ഈ സഭ അധികാരികൾ, ഇവർ ശ്രേഷ്ഠരെ, അവരുടെ എതിരെയൊക്കെ എന്ത് ചീത്ത പറഞ്ഞാലും അവഹേളനങ്ങൾ നടത്തിയാലും പ്രതികരിക്കത്തില്ല. കാരണം പ്രതികരിക്കുന്നത് ഞങ്ങളുടെ വകയല്ല അത് എന്നാണ് എല്ലാവരും കരുതുന്നത്. ഞങ്ങളെയൊക്കെ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അവരാരും പറയത്തില്ല, അവരാരും മിണ്ടത്തില്ല. കാരണം അത് ദൈവത്തിനറിയാം. ആ കൂടുതൽ സഹിക്കാൻ കിട്ടുന്നതിലുള്ള സന്തോഷമേ ഉള്ളൂ. ഞാനും മനുഷ്യരായതുകൊണ്ട് ചില വാക്കുകൾ പറഞ്ഞുകൂടാന്നാണ് നമ്മളെ കർത്താവ് യേശു മിശിഹ പഠിപ്പിച്ചിട്ടുള്ളത്. സ്തോത്രം. ചില വിഡ്ഢിക്കൂശ്മാണ്ഡങ്ങൾ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ കടുത്തതൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് എന്തുവാണെന്ന് അറിഞ്ഞൂടാ. സഭ എന്താണ്, ബൈബിൾ എന്താണ്, ദൈവവചനം എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതൊന്നും അറിയാൻ വയ്യ. അതിൻ്റെ ഒരു ചുക്കും അറിയാൻ വയ്യാത്ത ABCD അറിയാൻ വയ്യാത്തവരാണ് ഈ തട്ടി വിടുന്നതെല്ലാം. അല്ലാത്തവർ പറയത്തില്ലല്ലോ. അതായത് പിശാചിൻ്റെ തന്നെ പൂർണ്ണ പിന്തുണയോടുകൂടി പിശാചിൻ്റെ വർക്ക്ഷോപ്പായിട്ടിരിക്കുന്ന മനസ്സുകളാണ് അവരുടെയൊക്കെ ഹൃദയങ്ങൾ, തലച്ചോറും അങ്ങനെയുള്ളവരാണ്. തലച്ചോറിൽ ഇത് പിശാചിൻ്റെ വിസർജ്യം നിറഞ്ഞിരിക്കുക തലച്ചോറിന് പകരം. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇങ്ങനെയുള്ളത് ദുർഗന്ധം വമിക്കുന്ന ഈ വാക്കുകളും കാര്യങ്ങളുമൊക്കെ വരുന്നത്. ഇപ്പോൾ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ സഭയിലെ കത്തോലിക്ക സഭയിലെ ശുശ്രൂഷകളെപ്പറ്റി എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. വിശുദ്ധ കുർബാനയെപ്പറ്റി തന്നെ പറയുന്നുണ്ട് അനാവശ്യങ്ങൾ. അത് ഇവർക്ക് ഇതെന്തുവാണെന്ന് അറിയാൻ വയ്യാതെ ഒരു കാര്യം പറയാം. ഞാൻ പലപ്പോഴും അവർക്കൊക്കെ എഴുതാറുണ്ട്, നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടേ പറയാവൂ, അല്ലെങ്കിൽ ദോഷം വരുത്തി വയ്ക്കരുത്. ദോഷം എന്ന് പറയാൻ പറയുന്നത് വെറുതെ അല്ല. അതുകൊണ്ട് അങ്ങനെ വരിക തന്നെ ചെയ്യും. ദൈവവചനങ്ങൾ വിൽപ്പന നടത്തി സമ്പാദിക്കുന്നവരാണ് ഈ പറഞ്ഞ സഭാശ്രേഷ്ഠരെന്നെല്ലാം സമർപ്പിതരും എന്നെല്ലാം പറഞ്ഞ് പരത്തുന്ന കുറേ എണ്ണമുണ്ട് ഈ മാധ്യമങ്ങളിലെല്ലാം. അപ്പോൾ അതുകൊണ്ട് അവരെയും പറയുന്നത് അതൊന്നും ദൈവവചനം ആരും വിൽപ്പനയ്ക്ക് വെച്ച് ചെയ്യുന്നില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് കത്തോലിക്ക സഭയിൽ തീർത്തുമില്ല, അപ്പസ്തോലിക സഭകളിൽ ഒന്നിലുമില്ല. അല്ലാതുള്ളവരിൽ വയ്ക്കുന്നുവെങ്കിൽ
അതിന് അവരോടാണ് പറയേണ്ടുന്നത്, അവരെയല്ല. അതിന് പകരം പറയേണ്ടുന്നത് ഇവിടെയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ സമ്പാദിക്കുന്നത് ഞാൻ പറയാം, ധൂപം വീശി കിട്ടുന്ന പണം കുടുംബത്തിൽ കൊണ്ട് കയറാൻ പറ്റുകയില്ല. അത് ദോഷമാണ്. അവർക്കല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ദോഷം ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ധൂപം വീശി കിട്ടുന്ന കാശ് കുടുംബത്തിൽ കയറാൻ പറ്റത്തില്ല. എന്നാ ചോദിക്കുന്ന പിന്നെ അവരുടെ ചിലവ് കഴിയുന്നത് എങ്ങനെയാണ്? ആ ചിലവ് കഴിയും. അതുകൊണ്ട് അവരുടെ ചിലവ് കഴിക്കാം. ആഡംബരത്തിനും ധൂർത്തിനുമല്ല. ഈ ഇടയ്ക്ക് ഒരു വീഡിയോ എടുത്ത് ഒരു വ്യക്തി ഇട്ടിരുന്നു. ഞാൻ സാധാരണ നാടൻ ഈ ഭാഷകൾ പറഞ്ഞുകൂടാ, തെറ്റാണ്. നൊയമ്പ് കാലവും അത് ദൈവവിരോധമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു വ്യക്തി അത് ഇട്ടിരുന്നു. ഒരുപാട് 10-30 വിഭവങ്ങൾ, ഡിഷുകൾ, പലതരം ഇറച്ചി വിഭവങ്ങൾ, പലതരം മത്സ്യ വിഭവങ്ങൾ, പലതരം വെജിറ്റേറിയൻ വിഭവങ്ങൾ, ഇതെല്ലാം കൂടി ഒരു 10-60 കൂട്ടം കാണും. അതെല്ലാം കൂടെ വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു വൈദികൻ്റെ കുപ്പായിട്ട് അവർ വേഷം കെട്ടിച്ചായിരിക്കും. ഒരാളിരുന്നു കഴിക്കുന്നു എന്നുണ്ട്. അല്ലെങ്കിൽ എവിടെ നിന്നാ ചെന്ന് ഇങ്ങനത്തെ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രംഗം ഒരിടത്തും ഉണ്ടാകത്തില്ല, ഉണ്ടായിട്ടുമില്ല, ഇനി മേലിലും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, നോക്കൂ എന്ത് തരം മുന്തിയ വിഭവങ്ങളും കൂട്ടി ഇവർ ഇങ്ങനെ കഴിക്കുന്നു, എത്രയോ പട്ടിണി പാവങ്ങളുടെ പേരിലാണല്ലോ ഇതെല്ലാം കഴിക്കുന്നതെന്ന് അങ്ങനെ ഇട്ടിരുന്നു. ആ ഒരു വിദ്വാനോട് ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്: പഠിക്കാതെ ഒരു കാര്യവും പറയരുത്, സ്വന്തമായിട്ട് മനസ്സിലാക്കി പറയണം, വല്ലവർക്കും വേണ്ടി സ്വന്തം പറഞ്ഞ് നാശം വരുത്തി വയ്ക്കരുത് എന്നേ ഉള്ളൂ. അത് തന്നെ ഇപ്പോഴും പറയുന്നു. അപ്പം ഇതൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. പലതും ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പല ഹോട്ടലുകളിൽ പലതുമൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പലയിടത്തും എടുത്ത് ഇങ്ങനെ ഇടുന്നവരാണിത്. അങ്ങനെ ദൈവവചനം വിൽപ്പന, പിന്നെ മുന്തിയതരം സർവാഡംബര വിഭവങ്ങൾ, ഇനി മുന്തിയതരം വീഞ്ഞ് ലഹരിക്കായിട്ട് ഉപയോഗിക്കുന്നവർ എന്ന് പറയുന്ന ഒരു കൂട്ടരും ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടു. ഞാൻ മുഴുവനൊന്നും വായിച്ചില്ല, കുറച്ച് കേട്ടു. അപ്പോൾ ഒരല്പം 2-3-4 വാക്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാര്യം വീഞ്ഞു കുടിച്ച് മത്ത് പിടിക്കാനുള്ളതല്ല. ഈ വീഞ്ഞെന്ന് പറയുന്നത് ഒരു വിശുദ്ധ ബലിക്ക് ഉപയോഗിക്കുന്നതാണ്. വിശുദ്ധ കുർബാന, ബലി എന്ന് കുർബാന. ആ കുർബാനയ്ക്ക് ഒരു 10 മില്ലി ഒരു കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വൈദികൻ അതിൻ്റെ അളവിന് അതേ കൊടുക്കത്തുള്ളൂ, അല്ലാതെ അവർക്ക് കിട്ടത്തില്ല, വാങ്ങിക്കാൻ പറ്റുകയുമില്ല. അത് അരമനയിൽ അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിൽ ഇതറിഞ്ഞ് അവർ ഇവരുടെ അനുമതിയോടുകൂടി അവിടെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ കിട്ടത്തുള്ളൂ, അല്ലാതെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഒന്നും അറിയാൻ വയ്യാത്ത, ABCD അറിയാൻ വയ്യാത്ത, ഒരു ചുക്കും അറിയാൻ വയ്യാത്ത ഇവരൊക്കെ മ്ലേച്ഛത ഇങ്ങനെ വിളമ്പരുത്, അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് എത്ര മില്ലി? ഒരു 10 മില്ലി ഒരു ദിവസം ഒരു കുർബാന. ആ 10 മില്ലി എന്ന് പറയുമ്പോൾ ഒരു ദിവസം 30 ദിവസത്തേക്ക് എത്ര? അതേ കിട്ടത്തുള്ളൂ. ഇനി ഈ വീഞ്ഞിൻ്റെ മേൽത്തരം ലഹരി എന്ന് പറയുന്നത് ബിയറിനേക്കാളും മുന്തിയതരം ബിയറുണ്ടല്ലോ, അതിനൊക്കെ 7% ആൽക്കഹോളിക് അംശമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. 6-7 എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൽ വീഞ്ഞിന് ആകപ്പാടെ 1-2 ഇത് ആൽക്കഹോളിക് കണ്ടന്റ് അതിനകത്ത് വരുത്തുള്ളൂ. കാരണം അത് സ്വാഭാവികമായിട്ട് അതിനകത്തുണ്ടാകുന്ന ഒന്നും ചേർത്തിട്ടല്ല മുന്തിരി പുളിപ്പിച്ചെടുക്കുന്ന വീഞ്ഞെന്ന് പറയുന്നത്. അല്ല, ഇതൊക്കെ പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. അങ്ങനെയുള്ള എനിക്ക് വ്യക്തമായിട്ടറിയാം. അങ്ങനെയുള്ള വീഞ്ഞുകളേ ഉള്ളൂ. ഇത് ഇഷ്ടം പോലെ ഈ പറയുന്ന വിഡ്ഢികൂശ്മാണ്ഡങ്ങൾ പറയുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ഒരിടത്തും ഒന്നും കിട്ടത്തില്ല, നടക്കത്തില്ല. കത്തോലിക്ക സഭയിൽ നടക്കത്തില്ല, മറ്റ് അപ്പസ്തോലിക സഭകളിൽ നടക്കത്തില്ലെന്ന് തന്നെ എനിക്ക് ഏകദേശം ധരിക്കാൻ പറ്റും. അല്ലാതെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ബ്രദർ സജിത്ത് ജോസഫ് എന്ന് പറയുന്ന ഒരു ദൈവപുരുഷൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ സുവിശേഷ പ്രവർത്തകൻ. അദ്ദേഹം ദൈവകാര്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അദ്ദേഹം അതുപോലെ ബ്രദർ സാബു ആറുതൊട്ടിയിൽ ഇവരെയൊക്കെ ഒരുപാട് ഫർസിച്ച്, നിന്ദിച്ച്, അവമാനിച്ചൊക്കെ, അവഹേളിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ ഇട്ടതാണ് പെന്തക്കോസ്ത് സഭകളിലെ. പെന്തക്കോസ്തുകാരെന്ന് അവർ തന്നെ സ്വയം വിളിക്കപ്പെടുന്ന സഭകൾ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ വിളിക്കത്തില്ല. ആ സഭകളിലെ
സഭയല്ലല്ലോ അത്, കൂട്ടായ്മകളിലെ അതിന് പാസ്റ്റർമാർ വലിയ 3 ബിരുദാനന്തര ബിരുദം, ഡോക്ടറേറ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുത്തുന്ന 2-3 പേരുണ്ട്. അവരിവരെപ്പറ്റി സ്ഥിരമായിട്ട് ഇങ്ങനെ സഭയ്ക്കെതിരായിട്ടും സഭാ പ്രവർത്തകർക്കും ശ്രേഷ്ഠർക്കും എതിരായിട്ടും വീഡിയോ വിടുന്നവരാണ്. ഇങ്ങനെ മ്ലേച്ഛ വീഡിയോകൾ. ബ്രദർ സജിത്ത് ജോസഫിനെയും ആറുതൊട്ടിയിൽ ബ്രദറിനെയും ദാനിയേൽ പൂവണ്ണാത്തിലച്ഛനെ വിശുദ്ധനായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ, ലോകമെങ്ങും ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന അറിവ് പകർന്നു കൊടുക്കുന്ന മനുഷ്യൻ, ആ വ്യക്തി, ആ പുരോഹിതനെയും ഇങ്ങനെ മ്ലേച്ഛത പറഞ്ഞ് ഇടുന്ന സ്ഥിരം പരിപാടിയാക്കിയിരിക്കുകയാണ്. ഇത് ചെയ്യുന്നത് ഷാജൻ സ്കറിയായുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തുന്ന ഒരു വിദ്വാൻ്റെ സഹായത്തോടുകൂടി അവർ മുഖാന്തരമാണ്. ചിലപ്പോൾ സ്വന്തമായിട്ടും അതിൽ 1-2 പേര് ഇടുന്നുണ്ട്, അവർ 2-3 പേരും. അപ്പോൾ ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല, ഞാൻ പലപ്പോഴും അവർക്ക് എഴുതിയിട്ടുണ്ട്. ഇത് അധികം നാളെ നിലനിൽക്കത്തില്ല, നിങ്ങൾ തന്നെ ഇല്ലാതായി പോവും. ഈ കല്ല് ആരുടെ മേൽ വീഴുന്നുവോ അതവൻ ധൂളിയായിട്ട് പോകും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വെറുതെയല്ല, നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഇവരൊക്കെ പലപ്പോഴും ഇത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ബ്രദർ സജിത്ത് ജോസഫിൻ്റെ ഇപ്പോൾ പരുത്തുംപാറയിലൊരു റിസോർട്ട് പണിഞ്ഞ് കയ്യേറ്റം നടത്തി എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ പോയി ഈ ഷാജൻ സ്കറിയയ്ക്ക് ഞാൻ അത് ഇഷ്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, നാശത്തിനാണ്. അതിന് മുൻപ് 2 വർഷം മുൻപ് ഇതുപോലെ സജിത്ത് ജോസഫിനെ ആ പാസ്റ്റർ പ്രവൃത്തികളുടെയൊക്കെ പ്രേരണ മൂലം ഇതുപോലെ വീഡിയോകളൊക്കെ 2-3-4 ചെയ്തു ഇട്ടിരുന്നു, വ്യാജ വീഡിയോകളൊക്കെ. അപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ നശിക്കാൻ ഇത് മതി. അധികം താമസിച്ചില്ല, അവർക്ക് എത്ര അറസ്റ്റ് നടന്നു ഇയാളുടെ പേരിൽ, ഇത്രയെല്ലാം നടന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ അത് പറഞ്ഞിരുന്നു, എഴുതിയിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ വീണ്ടും അദ്ദേഹം അത് തുടരുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നത്, സജിത്ത് ജോസഫിൻ്റെ ഈ സജിത്ത് ജോസഫ് എന്ന് പറയുന്ന സജിത്തിൻ്റെ ഈ ആരോപണമല്ല, ഈ വാർത്ത, ഈ വസ്തുത വ്യാജമാണ് എന്ന് തെളിയുന്ന പക്ഷം ഞാൻ സജിത്തിൻ്റെ ശിഷ്യനായി ഞാൻ എൻ്റെ ജീവിതകാലം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാമെന്ന്. ഇതെല്ലാം കളഞ്ഞിട്ട്, ഇപ്പോഴത്തെ പ്രവർത്തനമെല്ലാം കളഞ്ഞിട്ട്. അപ്പോൾ കർത്താവിൽ പ്രിയപ്പെട്ട സഹോദര, ഞാനങ്ങനെ തന്നെ വിളിക്കുന്നു, അല്ലാതെ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അതേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുന്നുള്ള മ്ലേച്ഛത എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ആണയിട്ട് പറഞ്ഞതാണ്, ലോകം മുഴുവനും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, ആണയിട്ട് പറഞ്ഞാണ് ബ്രദർ സജിത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുമെന്ന്. ആ ബ്രദർ സജിത്തിൻ്റെ ശിഷ്യത്വം ഒന്നും താൻ സ്വീകരിക്കേണ്ട, താൻ ചെയ്യേണ്ടുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുക, സജിത്തിനോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുക, അതാണ് വേണ്ടിയത്. അത് ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നവരാണ് എല്ലാവരും. സജിത്തും ക്രിസ്തുവിൻ്റെ ശിഷ്യത്വമാണ് സ്വീകരിച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ സഭയുടെ ശിഷ്യത്വമൊന്നുമല്ല. ഇതൊക്കെ അറിയാൻ വയ്യാതെ പറയരുത്. താൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ വീഡിയോയിൽ പറഞ്ഞിരുന്നുവല്ലോ, ഞാൻ എല്ലാ ഞായറാഴ്ചയും കുർബാന കാണുന്ന ഒരു വ്യക്തിയാണെന്ന്. പള്ളിയിൽ പോകും, കുർബാന കാണും, മറ്റു കാര്യങ്ങളിൽ ചെയ്യുന്നില്ല. കുർബാന കാണാൻ പോയോണ്ട് എക്സിബിഷൻ നടത്തുന്നു അവിടെ, അതോ മ്യൂസിയമാണോ അവിടെ പോയി കുർബാന കാണാൻ പോകാൻ? ഞങ്ങളാരും കാണാൻ പോകുന്നവരല്ല. പ്രധാന കാർമ്മികനായ പുരോഹിതനോടൊപ്പം ഞങ്ങൾ സഹകാർമ്മികരായിട്ട് ബലി അർപ്പിക്കുകയാണ്. എന്നിട്ട് ആ ബലി വസ്തുവിൻ്റെ അത് ഭക്ഷണമായിട്ട് ഭക്ഷിക്കുകയും ചെയ്യുകയാണ് ദൈവനാമത്തിൽ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ദൈവ കൃപയുണ്ടാകുന്നത്, ദൈവത്തിൻ്റെ ശക്തി, ദൈവാത്മാവ് ഞങ്ങളിൽ ഉണ്ടാകുന്നത്. നിങ്ങളങ്ങനെ അല്ലാത്തതുകൊണ്ട്, കാണാൻ പോകുന്നതുകൊണ്ടാണ് നിങ്ങളിൽ പിശാച് ആവസിക്കുന്നത്. അല്ല മറ്റൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ആ ദൈവാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്കുണ്ടാകത്തില്ല. ആ പാസ്റ്റർ പ്രവൃത്തികളോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യനെ തീർത്തും പിശാചിന് വിട്ടുകൊടുക്കരുത് നിങ്ങൾ. അപ്പം ഇത് പറയുന്നത് അവിടെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം, വസ്തുതകളൊക്കെ തെളിഞ്ഞു കഴിഞ്ഞ്. ബ്രദർ സജിത്ത് ജോസഫ് അത് തെളിയിച്ചു, അതിന് വക്കീൽ പോയി കണ്ടു, അതെല്ലാം തെളിഞ്ഞു, അതെല്ലാം മനസ്സിലായി. അവിടെ അത് പഠിക്കാനായിട്ട് എന്നും പറഞ്ഞവർ പോയി. ഇവരെ പോലുള്ള കുറേ പേരുടെ പ്രേരണയും നിർബന്ധങ്ങളും കൊണ്ടാണ് അത് അവിടെ കേസും ഇതായിട്ട് വന്നത്. അപ്പോൾ അടുത്ത് വന്നപ്പോൾ അടുത്തൊക്കെ റിസോർട്ടുകളുണ്ട്, പലരും കയ്യേറി റിസോർട്ടുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന സജിത്ത് ജോസഫിനെ പറ്റി മാത്രം, അവരെ പറ്റിയൊന്നും പറയാനില്ല ഇയാൾക്ക്, ഈ കറിയായിക്ക്. അപ്പോൾ ഇദ്ദേഹം ചെയ്യേണ്ടുന്നത് വസ്തുത സത്യം പറയാനാണെങ്കിൽ അവരുടെ കയ്യേറ്റങ്ങൾ പറയാമല്ലോ. ഈ കയ്യേറ്റം ഇല്ലാത്ത മനുഷ്യൻ്റെ സാധൂകരണമുള്ള ഇത്
ഇയാൾ എന്തിനാ കയ്യേറ്റം എന്ന് പറഞ്ഞത് ഇടുന്നത്, വീഡിയോ ഇടുന്നത്? ഇപ്പോൾ അത് തെളിഞ്ഞു വരുന്നു അല്ലെന്നുള്ളത്, കയ്യേറ്റം അല്ലെന്നുള്ളത്. അപ്പോൾ ഇയാൾ ഒരുങ്ങിക്കോ, സാജൻ സ്കറിയ താൻ ഒരുങ്ങിക്കോ, ശിക്ഷ്യത്വം സ്വീകരിച്ച് തൻ്റെ ഈ കുൽസിത പ്രവർത്തനങ്ങളെല്ലാം നിർത്തി ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി സജിത്തിൻ്റെ ബ്രദർ സജിത്ത് ജോസഫിൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട്. ഇനി ഇയാൾ മാറ്റി പറയരുത്, കാരണം ലോകം മുഴുവൻ ഇയാൾ കേട്ട് കഴിഞ്ഞു, കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെയാണ് സാബു ആറുതൊട്ടിയിലും ഇവർക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യേകതയുണ്ട്. ദൈവം പ്രത്യേക വരം കൊടുത്തിട്ടുണ്ട്. സജിത്ത് ജോസഫിനാണെങ്കിൽ രോഗശാന്തി ശുശ്രൂഷ മാത്രമല്ല, ദർശനപരവും കൂടിയുണ്ട്. എന്തെല്ലാമാണ് ഭാവിയിൽ ഇത് നടക്കുന്ന ഇപ്പോൾ ഉള്ള പ്രസൻറ്റിൽ ആ രോഗം എവിടെയാണെന്ന് ആ രോഗി പറയാതെ തന്നെ എവിടെയാണ്, എന്താണ് അതിൻ്റെ നേച്ചർ, സ്വഭാവങ്ങളെല്ലാം അദ്ദേഹത്തിന് ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും പോകും. സജിത്ത് ജോസഫ് ബ്രദർ ആറുതൊട്ടിയിലും സാബു ആറുതൊട്ടിയിലും ഇതുപോലാണ്. അവർക്ക് ഇത് ഉടനെ അത് പരിശുദ്ധ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പം പിന്നെ അതുകൂടാതെ സാബു ആറുതൊട്ടിയിലിന് ഫ്യൂച്ചറിനെ പറ്റി ഒരു വ്യക്തിയുടെ ഫ്യൂച്ചറും പറയാൻ പറ്റും, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. എല്ലാവരെയും പറ്റി അങ്ങനെ പറയാനില്ല. ഇയാൾ പറയുന്ന പോലെ കൈനോട്ടം കാണിച്ച് പറയുമല്ല, അങ്ങനെയൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ആരെപ്പറ്റി എന്ത് വെളിപ്പെടുത്തുന്നു അതേ പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഇവരാരുമല്ല സുഖപ്പെടുത്തുന്നതും ഈ വസ്തുതകൾ പറയുന്നതും. ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെന്ന് ഈ പാസ്റ്റർ പ്രവൃത്തികൾ ചിന്തിക്കണം. നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടർക്കോ പറ്റാത്തത് എവർ ചെയ്യുന്നു? നിങ്ങൾക്ക് ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. എങ്ങനെ പൈശാചികമായിട്ട് ചിന്തിക്കുകയും അവരുടെ വർക്ക്ഷോപ്പായിട്ട് നിങ്ങളുടെ തലച്ചോറും മനസ്സും വിട്ടുകൊടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അതിന് നിങ്ങൾ അസൂയപ്പെട്ടിട്ടും കുണ്ഠിതപ്പെട്ടിട്ടും കാര്യമില്ല. അതിനുവേണ്ടി കുൽസിത പ്രവർത്തനങ്ങൾക്ക് മറ്റൊരാളുകളെയൊക്കെ പ്രേരിപ്പിച്ച് വിട്ടിട്ട് എന്നിട്ടിരുന്ന് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലാക്കിയിട്ടുള്ളവർ ധാരാളമുണ്ട്. നിങ്ങൾ ഇതിനെപ്പറ്റി പ്രതികരിക്കാത്തത് ആ ദൈവത്തിൻ്റെ ജോലിയാണ് എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഒന്നും അറിയാത്ത സാധുക്കളായ ജനങ്ങൾ ഇത് മനസ്സിലാക്കത്തുള്ളൂ. അവർക്കിതറിയണം നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. രോഗശാന്തി ശുശ്രൂഷ ഇപ്പോൾ ഡിവൈനിലോ മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലോ വചനം കേൾക്കുമ്പോൾ അവർക്ക് സംഭവിക്കും. അതവർ വന്ന് പിന്നീട് അതിന് സമയാരി സുഖമായവർ ഉണ്ടോ എന്ന് ചോദിക്കും, ഇന്ന രോഗങ്ങൾ സുഖമായവരുണ്ടെന്ന് ചോദിക്കും. അവർ വന്ന് അത് സാക്ഷ്യപ്പെടുത്തും. ഇവർ ചെയ്യുന്നത് രണ്ടുപേരും നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്തത് ജനങ്ങളുടെ ഇടയിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലും. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. ക്രിസ്തുവും അങ്ങനെയായിരുന്നല്ലോ. പലരുടെയും രോഗികളുടെ അടുത്തേക്ക് അവിടെ ചെന്ന് അവരെ സുഖപ്പെടുത്തും. ചിലർ അവിടെ വന്ന് പറഞ്ഞു സുഖപ്പെടുത്തും. ഇനിയും സാജൻ സ്കറിയ പറഞ്ഞത്, ഒരിക്കൽ ഒരു ടീച്ചറാണെന്നാണ് ഞാൻ അറിഞ്ഞത്, അവർ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് വന്നവർ കട്ടിലിൽ കിടത്തി, കട്ടിലിൽ നിന്ന് അവർ സുഖം പ്രാപിച്ച് ഇറങ്ങി ഓടിയെന്നും. കർത്താവിൻ്റെ കാലത്ത് ഇറങ്ങി ഓടിയില്ലേ? പത്രോസിൻ്റെ കാലത്ത് ഇറങ്ങി ഓടിയില്ലേ? തുള്ളിച്ചാടി കുതിച്ച് ചാടി സന്തോഷിച്ച് നടന്നവരില്ലേ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്? ക്രിസ്തുവിനെ വിട്ടുമാറാതെ അന്ധൻ കുതിച്ച് ചാടിയും സ്തുതിച്ചും പറഞ്ഞും ലോകം കണ്ട് അവൻ്റെ കാഴ്ച കണ്ടുകൊണ്ട് അവൻ നടന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. നിങ്ങൾക്ക് എന്താ ക്രിസ്തുവിനെയും നിങ്ങൾ പറയും, അതിനപ്പുറം പറയും. നിങ്ങളെ ഒരു ക്രിസ്ത്യാനിയുടെ നാമം പേർന്നെന്നും പറഞ്ഞ് നിങ്ങൾ ക്രിസ്ത്യാനിയല്ലെന്ന് ഞങ്ങൾക്കറിയാം. ക്രിസ്തുവിനെ പിന്തുടരുന്നവരെന്ന് പറയുമ്പോൾ വേറെയുണ്ട്. നിങ്ങൾക്ക് അവിടെ അന്ന് ക്രിസ്തുവിൻ്റെ കാലത്തും സദുക്കായരും ഫരിസേയരും അങ്ങനെ നീപഞ്ചരും കുറേ അവരുടെ പിണിയാളുകളും കുറേ പേര് ഇപ്പോൾ സാജൻ ചെയ്യുന്നത് പോലെ തന്നെ, ഈ പാസ്റ്റർ പ്രവൃത്തികൾ ചെയ്യുന്ന പോലെ തന്നെ ക്രിസ്തുവിനെ ചുറ്റി എപ്പോഴും നടന്നുകൊണ്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലേക്ക് നടന്നുകൊണ്ടിരുന്നു. എന്താ? കുറ്റം കണ്ടുപിടിക്കണം, കുറ്റം വിധിക്കണം. നിങ്ങൾക്ക് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ, ഈ മുൻവിധി മാത്രമേ ഉള്ളൂ. അല്ലാതെ യാഥാർത്ഥ്യം അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമേ ഇല്ല. അറിഞ്ഞാൽ നിങ്ങൾ മാറിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് രസിക്കാൻ പറ്റത്തില്ല. ഇതാണ് നിങ്ങളിവിടെ നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ എത്ര പഠിച്ചെന്നോ എത്ര വിദ്യാഭ്യാസം ഉണ്ട്, ഡോക്ടറേറ്റ് എടുത്തെന്നോ ബിരുദാനന്തര ബിരുദങ്ങൾ 3ഓ 4ഓ എടുത്തെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം കുലീനത്വം ഉണ്ടാകണം. കൂടുതൽ പഠിച്ച് കൂടുതൽ വിജ്ഞാനം നേടിയാൽ സുഭാഷിതത്തിൽ പറയുന്ന പോലെ അവൻ എന്തു ചെയ്യും? അവന് കുലീനത്വം ഉണ്ടാകും, അവൻ എളിമപ്പെടും, അവൻ വിനയപ്പെടും. അപ്പോൾ ഇതൊന്നുമില്ലാത്ത നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുവാ? പിശാചിൻ്റെ
ദാനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സാത്താൻ്റെ. അതിനെപ്പറ്റി ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ക്രിസ്തീയത എന്ന് പറയുമ്പോൾ ആ കുലീനത്വം നിങ്ങൾക്ക് എളിമ, വിനയം, ശാന്തത ഇവ ഉണ്ടാകും. ഇതൊന്നും നിങ്ങളെ തൊട്ട് തീണ്ടിയിട്ടില്ലല്ലോ, അപ്പോൾ ഇതുണ്ടാകും. അപ്പോൾ ഞാൻ ഷാജനോട് പറയുന്നത് ഇയാൾ ഒരുങ്ങിയിരിക്കണം. ഇത് പൂർണ്ണമായിട്ട് തെളിയും, കയ്യേറ്റമല്ലെന്നുള്ളത്. അപ്പോൾ ബ്രദർ സജിത്ത് ജോസഫിൻ്റെ ശിഷ്യനാകുമെന്ന് പറഞ്ഞയാളാണായിട്ട് പറഞ്ഞയാളാണ് ഇയാൾ. അത് മാറാൻ പാടില്ല, അത് പ്രവർത്തിച്ച് കാണിക്കണം, അല്ലെങ്കിൽ സർവനാശം ഇയാൾക്കുണ്ടാകും. ഇപ്പം കഴിഞ്ഞ അറസ്റ്റുകൾ പോലൊന്നും ആയിരിക്കത്തില്ല ദൈവം വരുന്നത്, പലതും ഉണ്ടാകും. പക്ഷേ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ കാര്യം വിധിക്കാൻ ശപിക്കാനും ദൈവം ഞങ്ങളെ അനുവദിക്കുന്നില്ല, കർത്താവ് അനുവദിക്കുന്നില്ല, ഞങ്ങളെ പഠിപ്പിക്കാതില്ല. പക്ഷേ അത് വരാതിരിക്കാൻ, പക്ഷേ ഇങ്ങനെ വരും എന്നുള്ള ചൂണ്ടിക്കാണിക്കാമല്ലോ, വരാതിരിക്കാൻ ഞങ്ങളെ പ്രാർത്ഥിക്കാം. അപ്പോൾ അവർ ഇങ്ങനെ ഇറങ്ങിപ്പോയി രോഗികളെ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആത്മാവ് അവരെ ബോധ്യപ്പെടുക, ആത്മാവ് വിളിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ മേൽ കൈവയ്ക്കാനും ആത്മാവ് ആവശ്യപ്പെടും, അങ്ങനെ വരും. അപ്പോൾ ആ ഒരു സ്ത്രീയെ, അതായത് ഒരു ടീച്ചറെന്ന് പറയുന്നു, അവർ ഇറങ്ങി ഓടിയതും അതുപോലെ തന്നെയാണ്. താൻ കൊട്ടി ഓടിച്ച് എന്തെല്ലാം, താൻ എന്തുമാത്രം പണം അതിനു വേണ്ടി ചിലവാക്കി ഷാജനെ അതിനുവേണ്ടി എത്ര പിണിയാളുകളെ ഇയാൾ അയച്ചു, വീഡിയോയും കൊടുത്ത് ക്യാമറയും ഒക്കെ കൊടുത്ത് ആ നാട്ടിലും ആ സ്ത്രീയുടെ ചുറ്റുപാടും ഉള്ളവരെയൊക്കെ സ്വാധീനിക്കാനും പറ്റുമോയെന്നൊക്കെ നോക്കി. ഇതൊക്കെ ഞങ്ങൾ അറിയാഞ്ഞിട്ടല്ല, ഇതെല്ലാം വെളിച്ചത്ത് വന്നു. എന്നിട്ട് ഇയാൾ അതുകൊണ്ട് ഇനി ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയങ്ങൾ എനിക്ക് അധികമില്ല. അപ്പോൾ താൻ പറയേണ്ടുന്നത്, ഇനിയും നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾ മാപ്പ് ചോദിക്കണം, തെറ്റ് ഞാൻ ചെയ്തു പോയി. അതുപോലെയാണ് ചില നമ്മുടെ ടി വിയിലും മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ്, പിന്നെ മാതൃഭൂമി, ഇതൊക്കെ കത്തോലിക്ക വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. മാതൃഭൂമിയെ പറ്റി ഒരുപാട് പറയാനുണ്ട്, എനിക്ക് സ്പഷ്ടമായിട്ട് അറിയാം. പിന്നെ അപ്പോൾ അവർ കത്തോലിക്ക വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതിൽ ഒരൊട്ടും അതിശയമില്ല. പിന്നെ എനിക്ക് വേറെ ഒന്നുള്ളത്, ഞാൻ സാധാരണ കാണുന്ന വാർത്താ ചാനൽ ഒരെണ്ണമുണ്ട്, 24 SKN കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ 24ഉം കൂടെ അതിൽ ചേർന്നല്ലോ എന്നുള്ളൊരു വിഷമമാണ് എനിക്കുള്ളത് അവരുടെ ഇതിൽ കണ്ടപ്പോൾ. കാരണം സാധാരണ പഠിച്ചിട്ട് ചെയ്യേണ്ടുന്നതാണ്. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നതെന്ന് എനിക്ക് ഇനി മറ്റ് മതത്തിലുള്ള ചിലരുടെ സ്പർദ്ധ കൊണ്ടാണോ അവരുടെ പ്രേരണ കൊണ്ടാണോ വന്നത് നിലയിലുള്ളത്. അതൊക്കെ എത്ര സമയം SKN വിളിച്ചു പറഞ്ഞു, അത് സജിത്ത് ജോസഫ് ഇങ്ങനെ വ്യാജമായിട്ട് ചെയ്യുന്നു, ദൈവത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്നു, കുരിശ് കൃഷി എന്ന് പറയുന്നു. കുരിശ് കൃഷി എന്ന് പറയുന്നത് എന്തോ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അയാൾ വിലയ്ക്ക് വാങ്ങിച്ച വസ്തുവിൽ, ഞാൻ വിലയ്ക്ക് വാങ്ങിച്ച വസ്തുവിൽ എനിക്ക് ഇഷ്ടമുള്ള പണിയാൻ എനിക്ക് പറ്റത്തില്ലേ? അതിൻ്റെ ആ എന്ത് ഉദ്ദേശത്തെ പർപ്പസിലാണെന്നുള്ളത് രേഖയുണ്ട്. ആത്മീയമായ ആവശ്യത്തിനാണ്. അവിടെ കുരിശ് വരും, ചാപ്പൽ വരും എന്ന് പറഞ്ഞാൽ ദേവാലയം ചെറുത്, ഇടവ എല്ലാ ജനങ്ങൾക്കും കൂടെ വേണ്ടി ആണെങ്കിലും അതൊരു ചെറിയ ഒരു സെറ്റപ്പ്, ഒരു ചാപ്പൽ വരും. അവിടെ സ്ഥിരം ദൈവിക കാരുണ്യം, അതായത് വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് അവിടെ സംവിധാനം ഉണ്ടാകണം ആ ചാപ്പലിൽ. അവിടെ കുറച്ച് ആത്മീയമായ ഉത്കർഷയ്ക്ക് വേണ്ടിയാണ്. ഇത് നാട്ടിൻപുറങ്ങളൊന്നും കിട്ടാഞ്ഞിട്ടാണോ മലമുകളിൽ കയറിയത് കയ്യേറ്റത്തിനാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഒരു ബിരുദനും അതിനകത്ത് എഴുതിയിരുന്നു ഫേസ്ബുക്കിൽ. അപ്പോൾ ഞാൻ പറയുന്നു, അത് നാട്ടിൻപുറത്ത് കിട്ടാഞ്ഞിട്ടല്ല. യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹവും മലകളിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൂടുതലും അല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് നമുക്കും അത് തന്നെയാണ്. എത്ര ധ്യാന കേന്ദ്രങ്ങൾ മലമുകളിൽ പ്രവർത്തിക്കുന്നു, എന്തിനാ എത്ര യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുള്ളൂ, എത്ര കലാശാലകൾ, കോളേജുകൾ പ്രവർത്തിക്കുന്നു. എന്തിനാ നഗരത്തിൻ്റെ ആ കോലാഹലങ്ങളിൽ നിന്ന് അകന്ന് ദൈവത്തോടു കൂടി കൂടുതലായിരിക്കുന്നതിന് വേണ്ടി, കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് നല്ലത്. അതിനു വേണ്ടിയാണ് അവിടെ പോയത്. അതായിരിക്കണമെന്നുള്ളൂ. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും പറഞ്ഞു തന്നാൽ നിങ്ങളുടെ തലയിൽ പിശാചിൻ്റെ വിസർജ്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അപ്പം അതുകൊണ്ടാണ് അല്ല അവിടെ കിട്ടാഞ്ഞിട്ടാണോ, അവിടെ കിട്ടാഞ്ഞിട്ട് ഇവിടെ വന്നതാണ്, അവിടെ ഉള്ളവർക്കറിയാം. ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വർത്തമാനങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ നേർച്ച കാണിക്ക എടുക്കുന്നു. ഇവിടെ കാണിക്ക അവർ ശമ്പളം വാങ്ങുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ചിലവിന് വാങ്ങുന്നില്ല, കാണിക്ക എടുക്കുന്ന എല്ലാം കൂടെ കൊണ്ടുപോവാണ്. എത്ര രൂപ കാണിക്ക കിട്ടും ഇതൊക്കെ ഉദ്ദേശിക്കാവോ? ഇവിടെ അവരൊരു ടീമിൽ 6-7 പേര് കാണും. ആ 7 അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതലും കണ്ടെന്ന് വരും. അപ്പോൾ അവരുടെ ചിലവുകൾ എങ്ങനെയാണ്? അവർ വരുന്ന വാഹനത്തിന് ചിലവ് എങ്ങനെയാണ്?
അവരുടെ സ്വന്തം വാഹനമായാലും അതുണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ ചിലവുകളൊക്കെ ആര് വഹിക്കും? ഇത് അവരുടെ സർവ്വ കാര്യങ്ങളും സാധ്യത ഭൗതികമായിട്ട് സമ്പാദിക്കാനുള്ള ഉദ്യോഗത്തിനോ ജോലിക്കോ സമ്പാദിക്കാനുള്ള എല്ലാം സാധ്യതകളും വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് ദൈവകാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചവർക്ക് ദൈവകാര്യത്തിന് കിട്ടുന്ന സംഭാവനകൾ കൊടുക്കുന്നു. അതെല്ലാം കിട്ടുന്നതിൽ അതിൽ നിന്ന് വേണം അവരുടെ കാര്യങ്ങൾ കഴിയാൻ. എന്നിട്ട് എത്ര പ്രാവശ്യം അത് തികയാതെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴും ഞാനും ധ്യാനത്തിലൊക്കെ പങ്കുകൊണ്ടിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ പങ്കുകൊണ്ടിട്ടുണ്ട്. സൗഖ്യം പ്രാപിച്ചവരെ പലരെയും എനിക്കറിയാം. സജിത്തിൻ്റെ ഈ മറ്റ് ആറുതൊട്ടിയിൽ മറ്റു പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അനുഭവം കൂടിയുള്ള സാക്ഷ്യം കൂടി എനിക്കുണ്ട്. ആരുടെ ഈ സൈത്ത് ജോസഫിൻ്റെ. അപ്പോൾ ഞാനത് വിശദീകരിക്കാൻ ഈ സമയമില്ലാത്തതുകൊണ്ടൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ധാരാളം പേരുണ്ട്. എത്രയോ പേര് അവർ സൗഖ്യം പ്രാപിച്ച ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുന്നു. അവർ ചിലപ്പോൾ സംഭാവന കൊടുത്തെന്ന് പോയിരിക്കും. നിങ്ങളൊക്കെ ഈ പറയുന്ന നിങ്ങളൊക്കെ എവിടുന്നാണ് പണം സമ്പാദിച്ചേ? നിങ്ങൾക്ക് ഒരു 60 വർഷം മുൻപ് നിങ്ങൾക്ക് എന്താ ഉണ്ടായിരുന്നു? പട്ടിണി കിടന്നവരായിരിക്കത്തില്ലേ കൂടുതലും? അവർക്ക് നിങ്ങൾക്കുണ്ടായതപ്പം മനുഷ്യരെ പറ്റിച്ചുണ്ടാക്കിയത്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13, 14, 15 വാക്യങ്ങളൊന്ന് വായിച്ച് നോക്ക്. അത് വാക്യങ്ങൾ വായിച്ചിട്ട് പറ. നിങ്ങൾ ദൈവരാജ്യത്തിലോട്ട് പ്രവേശിക്കാനുള്ള വാതിൽ അടച്ചിട്ട് നിങ്ങൾ അവിടെ നിൽക്കുകയാണ്, ആരെയും അകത്തോട്ട് കയറ്റി വിടാതെ. നിങ്ങളെ പിണിയാളികളായിട്ട് നിങ്ങൾ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ജനങ്ങളെ നിങ്ങൾ മാനസാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ കൂടെ ആണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൂടെ ആണെന്നും പറഞ്ഞ് നിങ്ങളുടെ കൂടെ ആണോ വരട്ടുന്നത്? ദൈവം സ്ഥാപിച്ച സഭയിലാണ് വരണ്ടുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ 15-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളെക്കാൾ നിങ്ങൾ കടലും കരയും ഒക്കെ ചുറ്റി നടന്ന് എല്ലാവരെയും മതത്തിൽ ചേർത്തിട്ട് നിങ്ങളെക്കാളും കൂടുതൽ നരകയോഗ്യരാക്കി അവരെ മാറ്റി, ഇരട്ടി നരകയോഗ്യരാക്കി മാറ്റി. അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ നിങ്ങൾ മതത്തിൽ ചേർത്തിട്ട് നിങ്ങൾ അവരെ ചേർക്കുന്നു, ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കി തീർത്തിരിക്കുന്നു. നരകത്തിന് ഇരട്ടി യോഗ്യത നിങ്ങളെക്കാളും. നിങ്ങൾ വാതിലടച്ചിട്ട് അവരെ അവിടെ നിങ്ങൾ കയറത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരി ചെടിയാണ്. ആ മുന്തിരിച്ചെടിയുടെ ശാഖകൾ അതിൻ്റെ കൂടെ നിന്നെങ്കിലേ ഫലം പുറപ്പെടുവിക്കത്തുള്ളൂ. കാരണം എന്താ? ആ മുന്തിരിച്ചെടിയുടെ ജീവരസം ആ ശാഖകളാണ് പറ്റുന്നത്. മാറി എവിടെയെങ്കിലും പോയി നിൽക്കുന്നവർ എവിടുന്നെങ്കിലും ഒരു 100, 200 അല്ലെങ്കിൽ 250 വർഷത്തിന് മുമ്പ് ഒരെണ്ണം പോയി എവിടെയെങ്കിലും പൊട്ടിമുളച്ചിട്ട് ഞാനും അതാണ്, അത് മുന്തിരിയാണെന്നും പറഞ്ഞുകൊണ്ട് വന്നാലേ എവിടുന്നാണ് ജീവരസം? എവിടുന്ന് കിട്ടും നിങ്ങൾക്ക്? കർത്താവിൻ്റെ ആ ജീവരസം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും? ഒരിക്കലും കിട്ടത്തില്ല. പിന്നെന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? കർത്താവിൻ്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി, ഒരിടയനും ഒരു തൊഴുത്തും എന്നുള്ള ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങളുടെ കുൽസിത പ്രവർത്തനങ്ങൾ കളഞ്ഞിട്ട് പിശാചിനെയും വിട്ടിട്ട് നിങ്ങൾ സത്യസഭയിലേക്ക്, ദൈവം സ്ഥാപിച്ച സഭയിലേക്ക് വരിക. ദൈവം സ്ഥാപിച്ച സഭയെ നിങ്ങൾ ഒരുപാട് ഫൽസിക്കുന്നുണ്ട്, അവഹേളിക്കുന്നുണ്ട്. എങ്ങനെയാണ് ദൈവം സ്ഥാപിച്ച സഭ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ബൈബിൾ വായിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ്, നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്താണ് മറ്റുള്ളവരെ എല്ലാം പറ്റിച്ച് ജനലക്ഷങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ, വിദ്യാഭ്യാസം ഇല്ലാത്തവരെ, ഒന്നുമില്ലാത്തവരെ, പാവങ്ങളെ, വിദ്യാഭ്യാസം ഉള്ളവരെ പോലും എടുത്ത് നിങ്ങൾ ഇങ്ങനെ നരകസന്തതികളാക്കി മാറ്റുന്നത്, നരകത്തിന് യോഗ്യരാക്കി മാറ്റുന്നത്. പക്ഷേ ഞങ്ങളൊരു കാര്യത്തിൽ ഞാനും വിലമതിക്കുന്നു. കാരണം എന്താ? വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ മാത്സര്യം കൊണ്ടോ കാലുഷ്യം കൊണ്ടോ യഥാർത്ഥ സഹോദരങ്ങളോടുള്ള കൊണ്ടോ, പിന്നെ അസൂയ കൊണ്ടോ കുശുമ്പ് കൊണ്ടോ ആയാലും അവിടെ നിങ്ങൾ പ്രഘോഷിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തു എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നിങ്ങളെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു കേട്ടോ. അല്ലാതെ നിങ്ങൾ പറയുന്നവരുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാനില്ല. ഇപ്പോൾ ഞങ്ങളുടെ സഭയിലെ ശ്രേഷ്ഠരായ പുരോഹിതരും അധികാരികളും ഇതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ പറയണം, നിങ്ങൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇവരെല്ലാം മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഇവരെല്ലാം മൊണ്ണകളാണ്, ഒന്നും അറിയാൻ വയ്യാത്തവരാണെന്ന്. അല്ല കേട്ടോ. നമ്മുടെ കർത്താവ് ബൈബിൾ വായിച്ച് നോക്കണം. പറഞ്ഞിരിക്കുന്നത് പ്രതികാരം എൻ്റേതല്ല, നിങ്ങൾക്കിതെല്ലാം വരും. എന്നോട് പച്ചമരത്തിലൂടെ ഇങ്ങനെ ചെയ്തെങ്കിലും ഉണക്കമരത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നാണ്. അത് ഞങ്ങളുടെ കർണപുടങ്ങളിലും മനസ്സിൻ്റെ മാനസിക തലങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുകയാണ് എപ്പോഴും. അതുകൊണ്ടൊന്നും പറയാൻ പറ്റുകയില്ല. പക്ഷേ അതുകൊണ്ട് അവർ പ്രതികരിക്കാതെ കഴിയുന്നു. പക്ഷേ ഇത് പ്രതികരിക്കേണ്ടുന്നിടത്ത് ഈ ആധുനിക കാലത്ത് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പാസ്റ്റർ പ്രവൃത്തികൾ ഷാജനെ
വെറും നരകത്തിലോട്ട് കയറ്റാനായിട്ടിരിക്കുകയാണ്. ഇയാൾ ഈ നരകത്തിലോട്ട് തന്നെ മാറ്റാൻ നിൽക്കുകയാണ്. അവരുടെ സപ്പോർട്ടാണ് ഇതിൽ കൂടുതലും ഇതിലുള്ള. ആദ്യം മുതൽ ഞാൻ 2 വർഷം മുൻപ് 3 വർഷം മുൻപ് അങ്ങനെ തന്നെയായിരുന്നു. അത് വ്യക്തമായിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളിത് ചെയ്യുന്നത് കൊണ്ട് ബ്രദർ സജിത്തിനും ആറുതൊട്ടിലിനും പിന്നെ ഡാനിയേൽ പൂവണ്ണാത്തിൽ അച്ഛനുമൊക്കെ എന്തുവാ അവരുടെ പ്രശസ്തി ശതഗുണീഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു ചിലവും ഇല്ലാതെ അവരിത് സഹിക്കണം, അതാണ് ചിലവ്. സഹിച്ചപ്പോൾ ദൈവം നിങ്ങളുടെ ഈ കുൽസിത പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ 100 ഇരട്ടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രശസ്തി, അവരുടെ ആവശ്യങ്ങൾ. ഇപ്പോഴും അദ്ദേഹം നമ്മുടെ ഓസ്ട്രേലിയയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇതൊന്നും കാര്യമാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ആരോപണത്തിനൊക്കെ മറുപടിയായിട്ട് ഞാൻ കാര്യമാക്കുന്നില്ല, ഒക്കെ നടത്തിക്കോട്ടെ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർ കർത്താവിലേക്ക് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ആരോടും ഒരു പകയോ വിദ്വേഷമോ ഒന്നുമില്ല. പക്ഷേ അത് ഞങ്ങളെപ്പോലുള്ളവരും ഇത് അങ്ങനെ ഇരുന്നാൽ നിങ്ങൾ ഇനിയും കൂടുതൽ ചെയ്ത ഒന്നും അറിയാത്ത പാവങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും. അപ്പം ക്രിസ്ത്യാനികളെ മാത്രമല്ല ഹിന്ദു സഹോദരങ്ങളുണ്ട്, അവരെയും കൂടെ നിങ്ങൾ ഇളക്കി വിട്ട് നിങ്ങൾ കൂടുതൽ അവർക്കും അറിയാൻ വയ്യാതെ അവരും ഇതിനകത്ത് കൂടെ നിങ്ങളുടെ കൂടെ ചേർന്ന് ചാടും. അങ്ങനത്തെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദു സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇവർ ക്രിസ്ത്യാനികൾ അല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ദൈവ നിഷേധികളാണ്, ഈശ്വര നിഷേധികളാണ്. ഈശ്വരനും ദൈവം എന്ന് പറയാൻ 2 ഭാഷ എന്നേ ഉള്ളൂ. ഈശ്വർ അത് സംസ്കൃതത്തിൽ ഹിന്ദിയിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഇവിടെ മലയാളത്തിൽ ആണ് നമ്മൾ ദൈവം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് പറയും. അപ്പോൾ അതിൽ വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾ ഒരു ചൊല്ലുണ്ട്, നമ്മുടെ സഭാധികാരി അല്ല രാജ്യത്തിൻ്റെ നമ്മുടെ നാട്ടിൻ്റെ അധികാരികൾ പോലും എന്തെല്ലാം ഭർസനങ്ങൾ വെച്ച് കൊള്ളരുതായികളും മ്ലേച്ഛതകളുമാണ് സഭാശ്രേഷ്ഠരെ പിതാക്കന്മാരെയും പുരോഹിതരെയൊക്കെ പറ്റി പറഞ്ഞിട്ടുള്ള ചടങ്ങുകളെയൊക്കെ പറ്റി നമുക്കറിയാം. മുഖ്യൻ പോലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് അപ്പോൾ ഞങ്ങളെ മുഖ്യൻ അങ്ങനെ പറഞ്ഞെങ്കിൽ, ഞങ്ങളുടെ നേതാവ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്കും കൂടുതൽ പറയാമെന്ന് വേണ്ടി ക്രിസ്തീയ നാമധാരികളായിട്ടുള്ള കുറേ പേര് അതിനകത്തുണ്ട്. കയറി അവർ കുറേ കൂടുതൽ പറഞ്ഞു. കാരണം കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഇടയിൽ എന്തുവാ വീഞ്ഞും അപ്പവും കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ ഞാൻ പോയില്ല, കാരണം അവിടെ മുന്തിയതരം വീഞ്ഞ് കാണും, അവിടെ ഞാൻ പോയില്ല. മുന്തിയതരം ലഹരികൾ അവർക്ക് കാണും എന്നുകൊണ്ട് പോയില്ല എന്നൊക്കെ ഒരുത്തൻ തട്ടി വിടുന്ന കേട്ടോ. അയാൾ ക്രിസ്തീയ നാമധാരിയാണ്. എന്തിനാണ് ക്രിസ്തീയ നാമധാരിയാകുന്നത്? മറ്റൊരാളാണെങ്കിൽ സ്വന്തം തന്ത കൊന്നിട്ട് പോലും അത് ചാകാൻ കാരണം അത് ഇത് തന്നെയാണ്, ഈ കൂട്ടരാണ്. അപ്പോൾ അവിടെ പോലും അവരുടെ തോളി കൈയിട്ടും കൊണ്ട് ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണമെന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ സ്ഥാനമാനങ്ങൾക്കും പണസാധ്യതയ്ക്കും വേണ്ടി കൂടെ തോളിൽ കൈയിട്ടും കൊണ്ട് ചിരിച്ച് കളിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ക്രിസ്തീയ ധർമ്മം എന്തുവാണെന്ന് അറിയാമോ? അപ്പം ഞാൻ ഇതിനൊരു കാര്യമുണ്ട് കൂട്ടത്തിൽ. ഒരാൾ പറഞ്ഞപ്പോൾ മുഖ്യൻ പറഞ്ഞെങ്കിൽ എല്ലാവർക്കും പറയാമല്ലോ എന്നുള്ളത്. ഈ തമിഴ്നാട്ടിലെ ഒരു ചൊല്ലുണ്ട്, പன்றிക്കൂട്ടത്തോട് മേയും കൻറും പീത്തിങ്കും എന്ന് പറഞ്ഞാൽ പன்றി കൂട്ടത്തോട് മേയും കൻറും എന്ന് പറഞ്ഞാൽ കன்று എന്ന് പറഞ്ഞപ്പോൾ കന്നുകുട്ടികളെ, പശുക്കുട്ടികളെ, കിടാവുകളെ, അതും പന്നിയുടെ കൂട്ടത്തിൽ ചേർന്ന് മേഞ്ഞു പോയെങ്കിൽ അതും അമേധ്യം തിന്നും. പന്നിയുടെ ഭക്ഷണം അതാണല്ലോ. തമിഴ്നാട്ടിലുമൊക്കെ ഉൾനാടുകളിൽ പന്നിയെയും വളർത്തും, അവർ പശുവിനെയും വളർത്തും. പന്നിയെല്ലാം കുടിലുകൾ അവരുടെ വീടുകളുടെ മുമ്പിൽ അവിടെ ഇരുന്ന് തന്നെ വിസർജിക്കും, അത് പന്നി തിന്നും. അപ്പോൾ ഇത് കണ്ട് നിൽക്കുന്ന പന്നിക്കുട്ടി, ഈ പശുക്കുട്ടികളും ഈ പന്നികൾ മേയുന്നിടത്ത് ഇരുന്ന് അന്വേഷിച്ച് നടക്കുന്നിടത്ത് അവരുടെ കൂടെ അതിനെ അറിഞ്ഞുകൂടാലോ, കളിച്ച് ചെല്ലും. അപ്പോഴാണ് അവർ മുതിർന്നവർ പറയും, പன்றிക്കൂട്ടത്തോടെ മേയും കൻറും തിങ്കും എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ തിന്നും എന്ന് പറഞ്ഞപ്പോൾ തിങ്കും എന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെയാണ് ഈ കൂട്ടത്തിൽ ആകും. അപ്പോൾ അങ്ങോട്ട് ചേർന്നപ്പോൾ അതും ഇതുപോലെ ആകും. ഇനിയിപ്പോൾ നാളെ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നോ പറയുന്നതെന്നോ അറിയാൻ പറ്റില്ല. പക്ഷേ എനിക്കിത് സത്യമായിട്ട് പറഞ്ഞു, എൻ്റെ ഹൃദയം ജ്വലിക്കുകയാണ് ഇതിനു വേണ്ടി, പറയാൻ വേണ്ടി. ഇത് പറഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ. ഇതിൽ കൂടുതൽ ഇവരല്ലെങ്കിൽ ഇനി കൂടുതൽ സാധാരണപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾ, അവരെ ഓർത്തിട്ടാണ് ഞാനിത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അവർ വഞ്ചിച്ച് കൂട്ടത്തിൽ കൂട്ടിയിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ഞാൻ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ 1-2 വീഡിയോയിൽ ഞാൻ
പറഞ്ഞിരുന്നു. ഇനി ബൈബിൾ പഠനം തുടങ്ങിയപ്പോൾ ബൈബിൾ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതിൽ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിരുന്നു, ദൈവത്തിൻ്റെ ഈ കാര്യങ്ങൾ. അപ്പോൾ അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. അന്നത്തെ വീഡിയോകൾ കേട്ടാൽ അറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉപസംഹരിക്കുന്നു. അത് മറ്റുള്ള കേൾക്കുന്നവർ എല്ലാവരും മനസ്സിലാക്കണം. ഇവരുടെ ഈ മ്ലേച്ഛത ഇത് കേൾക്കാൻ പറ്റുകയില്ല. ഇനി ആ മറുനാടൻ്റെ ആ ചാനൽ തന്നെ അവൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറിപ്പോയി. അവന് കൂടുതൽ ആളുകളെ ആകർഷിക്കാനും അവന് കൂടുതൽ ലൈക്കോ അല്ലെങ്കിൽ ഫോളോ അപ്പോ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ഇങ്ങനെയുള്ളത്. കാരണം സഭയെ ആക്രമിക്കുക, സഭാശ്രേഷ്ഠരെ ആക്രമിക്കുക, സഭാപ്രവർത്തകർ ശുശ്രൂഷകരെ ആക്രമിക്കുക എന്നുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യുന്നത്. ആ മനുഷ്യന് വേണ്ടി എല്ലാ വിശ്വാസികളും പ്രാർത്ഥിക്കണം. തിരിച്ചു വരട്ടെ. അയാളിട്ട അത് ഫലവത്തായി വരണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ.